യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. അമ്മ മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് ജോയിസ്, അതിരമ്പുഴയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മോള് ആദ്യ. ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയ കുഞ്ഞാണ്. എൻ്റെ യൂട്രസിന് കട്ടിയില്ലായിരുന്നു. അപ്പം ആദ്യത്തെ കുഞ്ഞ് അബോർഷനായിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, അമ്മേ ഇതുപോലെ ഡോക്ടർ പറയുന്നത് ഇങ്ങനെ ആകുമ്പോൾ കുട്ടികളുണ്ടാവും, പക്ഷെ പോകുമെന്ന് പറഞ്ഞു. 5th month അങ്ങനെയൊക്കെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്ക്, നീ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന്. ഉടമ്പടി എടുത്ത് ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. പിന്നെ 3 മാസമായപ്പം യൂട്രസ് സ്റ്റിച്ചിട്ട് സെർവിക്സിൽ. അത് കഴിഞ്ഞ് 5ാം മാസമായപ്പം ഒരു ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി, അയ്യോ ഈ കുഞ്ഞും പോകുമെന്ന് ആ ഒരു ഇതായി. അങ്ങനെ യൂട്രസ് ബ്ലീഡിങ് ആയപ്പം തൈലം ഉണ്ടായിരുന്നു. ആ തൈലം തൊട്ട് അടിവയറ്റ് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ നേരെ ആശുപത്രിയിൽ പോയി. അപ്പം ഡോക്ടർ പറഞ്ഞു, നോക്കട്ടെ, ഒന്നും പറയാറായിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഒബ്സർവേഷൻ റൂമിൽ ഇരുത്തി. അങ്ങനെ 5-6 മണിക്കൂർ കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, സേഫാന്ന് പറഞ്ഞു. മാസങ്ങൾ കടന്ന് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ്. 7ാം മാസമായപ്പോൾ സ്കാനിങ്ങിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിൻ്റെ കാല് യൂട്രസിൻ്റെ പുറത്താന്ന് പറഞ്ഞു. അപ്പോഴും ശരിക്കും നേരത്തെ ഡെലിവറി ആവും, സൂക്ഷിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് ശരിക്കും പേടിയായിപ്പോയി. 2 weeks കൂടുമ്പോൾ സ്കാനിങ് എനിക്കുണ്ടായിരുന്നു. അപ്പം പോയി ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ എല്ലാം നോർമലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നേരത്തെ ഡെലിവറി നടക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ സെർവിക്സ് 50% ഓപ്പൺ ആയിരിക്കുമായിരുന്നു. എന്നാലും പേടിയാണ്, സ്റ്റിച്ച് ഇട്ടിരിക്കുന്നു, 50% ഓപ്പൺ ആണ്, അപ്പോൾ നേരത്തെ ഡെലിവറി ഉണ്ടാവുമെന്നൊക്കെ. അങ്ങനെ സങ്കടത്തിരുന്നപ്പം മാർച്ച് 20ാം തീയതി എനിക്ക് ഡെലിവറി ആവുമെന്ന് പറഞ്ഞ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പം കുഴപ്പമില്ല, പേടിക്കണ്ട, ദിവസങ്ങൾ നീണ്ടു പോട്ടെ, വരുന്ന സമയത്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് 10 ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായി. അപ്പോൾ സെർവിക്സ് ഇപ്പോഴും 18% ഓപ്പൺ ആണ്. പക്ഷെ എന്നാൽ അന്നേരം ഞാൻ ഡെലിവറി ആയില്ല. മാർച്ച് 20ാം തീയതി മാത്രം, അന്നാണ് ഞാൻ ഡെലിവറി ആവുന്നത്, രാത്രി 8 മണിക്ക്. അമ്മ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞായിരുന്നു. പ്രാർത്ഥന എൻ്റെ അവിടെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ ചെറുതും വലുതും ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാത തന്നു. എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങൾക്കുള്ളപ്പം തൈലം എടുത്ത് ഞാൻ വേറെ മരുന്നൊന്നും യൂസ് ചെയ്യത്തില്ല. തൈലം എടുക്കും, അല്ലെങ്കിൽ ഉപ്പെടുക്കും, നടുവ് തേക്കും, കാലേ തേക്കും, കോച്ചിപ്പിടുത്തവും എല്ലാ വേനയ്ക്കും ഛർദിക്കും ഒക്കെ ഉപ്പെടുത്ത്, എല്ലാത്തിനും ഉപ്പെടുത്ത് യൂസ് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അസുഖങ്ങളൊക്കെ മാറി. വേന ഒപ്പം തന്നെ മാറും. എൻ്റെ